മത്സ്യത്തൊഴിലാളികളുടെ ഏറെ നാളത്തെ ആവശ്യമായ ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടൽ നടപടികൾ തുടങ്ങി. ആഴം കൂട്ടാത്തതിനാൽ മണ്ണടിഞ്ഞ് ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നത് ഇവിടെ പതിവായിരുന്നു. ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട ഒരു പ്രതിസന്ധിയായിരുന്നു വലിയ ബോട്ടുകൾ ഹാർബറിൽ അടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നത്. വാർഫിൽ മണ്ണടിഞ്ഞു കൂടുന്നതും വലിയ പാറക്കഷ്ണങ്ങളുമായിരുന്നു പ്രശ്നം. ഈ പാറക്കഷ്ണങ്ങളിൽ തട്ടി ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കുമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ആഴം കൂട്ടൽ തുടങ്ങിയത്. $5.94 കോടി ചെലവിട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഇത് ചെയ്യുന്നത്. ഹാർബറിൽ ജെട്ടിയുടെ നദീമുഖത്ത് 450 മീറ്റർ നീളത്തിലും 100 മീറ്റർ വീതിയിലും ആഴം കൂട്ടാനാണ് പദ്ധതി. ഇവിടെ നിന്നും കോരിയെടുക്കുന്ന ചെളിയും മണ്ണും ബാർജിൽ നിറച്ച് കടലിൽ 5 കിലോമീറ്റർ അകലെ തള്ളും. ആഴം കൂട്ടുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. ഹാർബറിന്റെ പുരോഗമനത്തിന് ഇല്ലാതെ നമുക്ക് കാര്യം നടക്കുക. എങ്കിലേ ഹാർബറിന് വികസനം ഉണ്ടാവുള്ളൂ. നമ്മൾ അത്യാവശ്യമാണത്. ഇപ്പൊ ഈ ബാത്റൂമിന്റെ കാര്യം തന്നെ പറയാന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇതായിട്ട് എടുക്കാം. അതിപ്പോ റിപ്പയറായിട്ട് 5-8 മാസമായി. പിന്നെ നല്ലതാണ്, നമ്മള് വികസനം വേണമല്ലോ. ഹാർബറിൽ എവിടെയൊക്കെ എന്തെല്ലാം വികസനം നടക്കുന്നുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇപ്പൊ ഇങ്ങനെ ഇപ്പോഴാ വന്നത് ആഴം കൂട്ടല്. എത്രയായി അവിടെ മണ്ണ് തട്ടി കിടക്കുന്ന ബോട്ട്. ആഴം കൂട്ടുന്നതോടെ ഏത് കാലാവസ്ഥയിലും വലിയ ബോട്ടുകൾ ഉൾപ്പെടെ ഇനി ഹാർബറിൽ എത്തിക്കാൻ കഴിയും. 24 കോഴിക്കോട്.